തന്നെക്കാൾ ബലവാനായ അഭിനവിനെ വെല്ലുവിളിക്കുന്നത് മണ്ടത്തരമാണെന്ന് ശ്യാം മനസ്സിലാക്കി. അങ്ങനെ ശ്യാം ഒരു വിധത്തിൽ ആ കൈ വിടുവിച്ച് ദേഷ്യത്തോടെ റോഷ്നിയെയും അഭിയെയും ഒന്ന് നോക്കി. അതിനുശേഷം അവൻ തന്റെ കാറിന്റെ അടുത്തേക്ക് പോയി. ഇന്നു മുതൽ നിന്നെ ഇവളുടെ 7 അയലൊക്കത്ത് കാണാൻ പാടില്ല, മനസ്സിലായോ? അഭി ശ്യാമിനോട് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ദേഷ്യത്തോടെ അവൻ കാറിലേക്ക് കയറി. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആക്സിലേറ്റർ ശക്തമായി കാലമർത്തി ശ്യാം അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അവന്റെ കാർ അവിടെ നിന്ന് പോയതിനു ശേഷം ആ വിജനമായ സ്ഥലത്ത് വീണ്ടും നിശബ്ദത പരന്നു. ആ നിശബ്ദതയ്ക്കിടയിൽ രണ്ടുപേരും ചമ്മൽ കൊണ്ട് ഒന്നും പറയാൻ കഴിയാതെ നിന്നു. റോഷ്നി അവനെ നോക്കാതെ തിരിഞ്ഞു നിന്നു. അവൻ നിന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അഭി റോഷ്നിയോട് ചോദിച്ചു. ഇല്ല, അഭി കറക്റ്റ് സമയത്തായിരുന്നു വന്നത്. അല്പമെങ്കിലും വൈകിയിരുന്നെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അവൾ അഭിനവിനോട് നന്ദി പറയാൻ ആഗ്രഹിച്ചു. പക്ഷെ അവൾക്ക് അത് പറയാൻ ചമ്മൽ തോന്നി. അപ്പോൾ ശ്യാമിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊരു കാര്യം മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വരുംവരായികളെക്കുറിച്ചൊന്നും അവൾ ചിന്തിച്ചിരുന്നില്ല. നിന്നെ വീട്ടിൽ കൊണ്ടുവിടട്ടെ? അഭിനവ് പതുക്കെ ചോദിച്ചു. റോഷ്നി തലയാട്ടി സമ്മതം അറിയിച്ചു. അവൻ തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ റോഷ്നി ഒരു ദീർഘനിശ്വാസം എടുത്തു. ശേഷം അവൾ താങ്ക് യു അബി എന്ന് വിളിച്ചു പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അഭിനവ് ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. അവൻ തിരിഞ്ഞു നോക്കി വെൽക്കം എന്ന് പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അബിയുടെ പുറകെ തന്നെ റോഷ്നിയും ചെന്നു. എന്തിൻ്റെ പേരിലായാലും നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. കാറിൻ്റെ അരികിലേക്ക് പോകുന്നതിനിടയിൽ അബി അവളോട് പറഞ്ഞു. അഭിനവന്റെ വാക്കുകൾ കേട്ട് അവന്റെ പിന്നാലെ വന്ന റോഷ്നി സ്വയം ന്യായീകരിക്കാൻ തുടങ്ങി. അത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല. എങ്ങനെയെങ്കിലും ശ്യാമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനങ്ങനെ പറയുകൂടി ചെയ്തപ്പോൾ അറിയാതെ ചെയ്തു പോയതാണ്. റോഷ്നിയുടെ മറുപടി കേട്ട് അഭിനവിന് ദേഷ്യം വന്നു. അവന്റെ മനസ്സിലൂടെ പലതും കടന്നുപോയി. ഒരാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പുരുഷനെ ചുംബിക്കുകയാണ് ചെയ്യുക. പക്ഷെ മുത്തച്ഛനിൽ നിന്ന് രക്ഷപ്പെടാൻ താനും അനന്യയോട് ഇതേ തെറ്റ് തന്നെ ചെയ്തിട്ടില്ലേ? പക്ഷെ അത് ഇതുപോലെയല്ല. അനന്യ തന്റെ ഭാര്യയാണ്. പക്ഷെ റോഷ്നിയോ? അവൾ തനിക്ക് ആരുമല്ല. അബി അസ്വസ്ഥതയോടെ റോഷ്നിയെ നോക്കി. റോഷ്നി, എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പൊ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നിന്റെ കൂട്ടുകാരുടെ ഭർത്താവാണെന്ന് പോലും ചിന്തിക്കാതെ നീ അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല. അബി അങ്ങനെ പറഞ്ഞതും റോഷ്നി പരമാവധി നിഷ്കളങ്കത തന്റെ മുഖത്ത് വരുത്താൻ ശ്രമിച്ചു. എനിക്കറിയാം അബി, ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ സംഭവിച്ചു പോയി. ആ ശ്യാമിനെ കൊണ്ടുള്ള ശല്യം എത്രത്തോളാണെന്ന് നിനക്കറിയില്ല. അവനെ വിശ്വസിപ്പിക്കാൻ വേറെ ഒന്നും വഴിയില്ലായിരുന്നു. നീയും കേട്ടതല്ലേ അവൻ എന്നോട് കിസ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്? ഞാനപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവൻ ഞാൻ പറഞ്ഞത് വിശ്വസിക്കില്ലായിരുന്നു. പിന്നെയും പിന്നെയും എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യപ്പെടുത്തുമായിരുന്നു. അതെല്ലാം ഓർത്തപ്പോൾ അറിയാതെ ഞാനങ്ങനെ ചെയ്തു പോയതാ, കരഞ്ഞുകൊണ്ട് റോഷ്നി പറഞ്ഞു. ശരി ശരി, അത് വിട്. വന്ന് കാറിൽ കയറ്, നമുക്ക് പോവാം, അബി പറഞ്ഞു. അവൻ കാറിൻ്റെ ഡോർ അൺലോക്ക് ചെയ്തു. എന്നാൽ റോഷ്നി അപ്പോഴും കാറിൽ കയറാതെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. അബി അവളെ നോക്കി. അപ്പോൾ അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി. എന്തു പറ്റി റോഷ്നി? നീ എന്തിനാ കരയുന്നേ? സത്യം പറയൂ, അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? അതല്ല ഇനി വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോക്ക്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ളവരെയൊന്നും വെറുതെ വിടേണ്ട കാര്യമില്ല, അബി പറഞ്ഞു. തന്നോടുള്ള അബിയുടെ കരുതൽ കണ്ട് റോഷ്നിയുടെ മനസ്സ് നിറഞ്ഞു. അവളൊരു ചെറിയ പുഞ്ചിരിയോടെ കണ്ണുകൾ ഉയർത്തി അബിയെ നോക്കി. ഇല്ല അബി, ഞാൻ പറഞ്ഞില്ലേ, നീ സമയത്ത് തന്നെ എത്തി. എഗെയിൻ താങ്ക് യു സോ മച്ച്. അത് കേട്ട അഭിനവും ഒരു ചെറിയ പുഞ്ചിരി അവളിൽ തിരികെ നൽകി. അവർ രണ്ടുപേരും കാറിൽ കയറി. നിനക്ക് പോകാനുള്ള ലൊക്കേഷൻ ഈ സ്ക്രീനിൽ സെറ്റ് ചെയ്യൂ. അഭിനവ് കാറിൻ്റെ സ്ക്രീനിൽ ഗൂഗിൾ മാപ്പ് തുറന്നുകൊണ്ട് പറഞ്ഞു. തൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്യുമ്പോൾ അഭിനവിൻ്റെ കാർ പുറമേ നിന്ന് കാണുന്നത്ര മോശമല്ലെന്നും അകത്തെല്ലാ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ടെന്നും റോഷ്നി മനസ്സിലാക്കി. ഈ കാർ അത്ര മോശമൊന്നുമല്ലല്ലോ. നീ എത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങിയേ? റോഷ്നി ചോദിച്ചു. ഓ, തുടങ്ങി. ഇവൾ കൊടുക്കത്ത സംശയങ്ങളാണല്ലോ, അബി മനസ്സിൽ പറഞ്ഞു. നിനക്കെന്താണ് അറിയേണ്ടത്? കാറിൻ്റെ വിലയോ? ഈ കാർ എനിക്ക് ഒരാൾ തന്ന സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ വില അറിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അബി കാറെടുത്തു. റോഷ്നി അവൻ പറഞ്ഞതെല്ലാം കേട്ട് തലയാട്ടി. പക്ഷേ എന്നാലും നിന്നെ സമ്മതിക്കണം. എത്ര പേരെയാ നീ ഒറ്റയ്ക്ക് നേരിടാറുള്ളത്? ഇന്ന് തന്നെ ശ്യാം നിന്നെ കണ്ട് പേടിച്ചോടി. ശരിക്കും നീ ഒരു ഹീറോ തന്നെയാണ്. റോഷ്നി തന്നെ പുകഴ്ത്തുന്നത് കേട്ട് ചെറിയൊരു ചിരിയോടെ അബി കാർ ഓടിച്ചു. ഇവള് പറയുന്നതിനൊക്കെ മിണ്ടാതെ ചിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇനി ഓരോ സംശയവും കൊണ്ടുവരും, അബി ചിന്തിച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് ഒരു മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് വലിയ സ്ക്രീനിൽ ഒരാൾ വീഡിയോ ഗെയിം കളിക്കുകയായിരുന്നു. അവന്റെ ചുറ്റും ചിപ്സിന്റെ പാക്കറ്റുകളും
കോൾഡ് ഡ്രിങ്കിന്റെ കുപ്പികളും കിടന്നിരുന്നു. അവൻ അവസാന ലെവൽ കടക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് അവന്റെ മുറിയുടെ വാതിലാരോ തുറന്നു. അകത്ത് വന്ന ആൾ അവന്റെ കൺട്രോളർ തട്ടിയെടുത്ത് നിലത്തെറിഞ്ഞ് കഷ്ണങ്ങളാക്കി. അതുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. ഡാഡ്, എന്താ പ്രശ്നം? അവൻ തന്റെ കൺട്രോളർ തകർത്ത ആളോട് അലറി. എന്താ പ്രശ്നമെന്നോ? നിന്റെ പ്രായം എത്താന്ന് നിനക്കറിയാമോ? ഈ പ്രായത്തിൽ ഇവിടെ ഇരുന്ന് ഈ ഗെയിം കളിക്കാണോ വേണ്ടത്? അകത്ത് കയറിയാൽ ഗെയിം കളിക്കുന്ന യുവാവിനോട് ദേഷ്യപ്പെട്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഡാഡി, എനിക്ക് ആകെ ഭ്രാന്ത് വരുന്നുണ്ട്. ഗെയിം കളിക്കാൻ പാടില്ല, പാർട്ടി നടത്താൻ പാടില്ല. ഇതെന്താ ജയിലാണോ? അയാളും ദേഷ്യത്തോട് അലറി. എടാ മണ്ട, ഒരു വശത്ത് നീ ഇവിടെ പോത്തിനെ പോലെ ഗെയിമും കളിച്ച് കിടക്കുന്നു, മറുവശത്ത് നിന്റെ പ്രായമുള്ള ആ ടൈഗർ ബിസിനസ് മുഴുവൻ ഏറ്റെടുത്ത് നിന്നെ പോലുള്ള കുറെ എണ്ണത്തിനെ ഭരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അയാൾ അവന്റെ ടീഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, ടൈഗർ. അവൻ വിശ്വാസം വരാതെ അയാളോട് ചോദിച്ചു, അതെ ടൈഗർ, അവൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇത്തവണ ഇത് ഫേക്ക് ന്യൂസ് ഒന്നുമല്ല. ഞാൻ കുറെ അന്വേഷിച്ചു, അവൻ ശരിക്കും തിരിച്ചു വന്നിരിക്കുന്നു. ടൈഗർ തിരിച്ചു വന്ന വിവരം കേട്ടപ്പോൾ അവന് തന്റെ കാലിനടിയിൽ നിന്ന് എല്ലാം ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. അവന്റെ അച്ഛൻ സാക്ഷാൽ ഡേവിഡ് തരകൻ അവനെ പുച്ഛത്തോടെ നിന്ന് നോക്കി. അയാൾക്ക് തന്റെ മകനിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടിരുന്നു. ഈ വാർത്ത കേട്ട് മകന്റെ നെഞ്ചിരിപ്പ് കൂടി. പക്ഷെ ഡാഡ്, ടൈഗർ പെട്ടെന്ന് എവിടെ നിന്ന് വന്നു? ഇത്രയും വർഷം എവിടെയായിരുന്നു അയാൾ? പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നതാണോ അവന്റെ MK ഗ്രൂപ്പ്? അതിനു മാത്രം എന്താ അവന്റെ ബാക്ക്ഗ്രൗണ്ട്? ഇത്രയും നാളും ആരും അറിയാതെ എന്താ അവൻ ചെയ്തുകൊണ്ടിരുന്നത്? മകന്റെ ചോദ്യം കേട്ട് ഡേവിഡ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. എവിടെയായിരുന്നാലും നിന്നെപ്പോലെ ഗെയിം കളിച്ച് വെറുതെ സമയം കളഞ്ഞിട്ടുണ്ടാവില്ല അവൻ. ഈ ഫോട്ടോ നോക്ക്. തരകൻ തന്റെ ഫോണിൽ നിശാന്ത് കൊണ്ടുവന്ന ടൈഗറിന്റെ ഫോട്ടോ മകനെ കാണിച്ചു. അവൻ വളരെ ശ്രദ്ധയോടെ ആ ഫോട്ടോ നോക്കി. അവന്റെ പ്രായം മാത്രമേ ടൈഗറിനും കാണൂ. എങ്കിലും ആ മുഖത്തൊരു തേജസ് ഉണ്ട്. പോരാത്തതിന് വല്ലാത്തൊരു ക്രൗര്യവും. ആ ഫോട്ടോ കണ്ട് ഡേവിഡ് തരകന്റെ മകനും ടൈഗർ വലിയൊരു ഭീഷണി തന്നെയാണെന്ന് മനസ്സിലായി. അവൻ പരിഭ്രാന്തനായി കട്ടിൽ പോയിരുന്നുകൊണ്ട് എന്തോ ചിന്തിച്ചു. അവന്റെ അടുത്ത് തരകൻ വന്നിരുന്നു. അയാൾ മകന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നോക്ക് മോനെ, ഇത്രയും കാലം ജീവിതം ആസ്വദിച്ചു. പക്ഷേ ഇനി അത് പറ്റില്ല. കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആണ്. യഥാർത്ഥ ഗെയിം ആരംഭിച്ചിരിക്കുന്നു. ഇനി അച്ഛൻ്റെ കൂടെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നീയും വേണം. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് അവൻ പതുക്കെ ഭയത്തോടെ തലയാട്ടി. ടൈഗർ തനിക്കും അച്ഛനും ഭീഷണിയാണ് എന്നവൻ മനസ്സിലാക്കി. ടൈഗറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോരാടിയേ പറ്റൂ. താൻ അതിന് എത്രയും പെട്ടെന്ന് തയ്യാറാവണം എന്നവൻ ചിന്തിച്ചു. ഇതേ സമയം റോഷ്നിയെ കൊണ്ട് പോവുകയായിരുന്നു അബി. അവൾ ഓരോ സംശയങ്ങളായി ചോദിച്ച് അബിയെ വലയ്ക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ആബ്സ് ഉണ്ടോ അബി? റോഷ്നി ചോദിച്ചു. അത് കേട്ട് അവന്റെ നെറ്റി ചുളിഞ്ഞു. ആബോ? സംശയത്തോടെ അബി ചോദിച്ചു. ആബല്ല, ആബ്സ്, 6 പാക്ക് ആബ്സ്, സിനിമയിലെ നായകന്മാർക്കുള്ളതുപോലെ. റോഷ്നി ചോദിച്ചത് കേട്ട് അബിയുടെ കണ്ണു മിഴിഞ്ഞു. ഈ പെണ്ണിന് ഭ്രാന്താണെന്നാ തോന്നുന്നത്, അവൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ ചോദിച്ചത് കേട്ടോ അബി, നിനക്ക് 6 പാക്ക് ഉണ്ടോ? അവൾ വീണ്ടും ചോദിച്ചു. 6 പാക്ക് അല്ലേ? ഉണ്ട്, ഉണ്ടാവും. എന്താ വേണോ? അബി കൃത്യമായി മറുപടി കൊടുക്കാതെ ഉരുണ്ട് കളിച്ചു. ഞാൻ ചോദിച്ചതിന് മറുപടി പറ അബി, ചുമ്മാ മനുഷ്യനെ കളിയാക്കാതെ. റോഷ്നി വീണ്ടും പറഞ്ഞു. നിനക്കെന്താ തോന്നുന്നത്? എനിക്ക് 6 പാക്ക് ഉണ്ടോ നീ പറയുന്നത് പോലെ? ഇത് കേട്ടപ്പോൾ അബിയോട് ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് റോഷ്നിക്ക് മനസ്സിലായി. അവൾ ഒന്നും മിണ്ടാതിരുന്നു. കുറച്ച് സെക്കൻഡുകളുടെ നിശബ്ദതയ്ക്ക് ശേഷം റോഷ്നി അഭിനവിന് മുന്നിൽ ഒരു നിർദ്ദേശം വെച്ചു. നീ ജിമ്മിൽ പോയാൽ നിന്റെ ബോഡി കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകും. ഒരു കാര്യം ചെയ്യാം, ഈ വീക്കെൻഡിൽ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജിമ്മിൽ ചേരാം. അവളുടെ നിർദ്ദേശം കേട്ട് അഭിനവ് അവൾ അത്ഭുതത്തോടെ നോക്കി. ജിമ്മിൽ പോകണമെന്നും ശരീരം കുറച്ചുകൂടി ഫിറ്റ് ആവണമെന്നും കുറച്ചു നാളായി അവൻ ആലോചിക്കുകയായിരുന്നു. ഇപ്പോൾ റോഷ്നി ഇങ്ങോട്ട് അക്കാര്യം പറഞ്ഞിരിക്കുന്നു. അഭിനവിന്റെ ഭാവങ്ങൾ കണ്ട് റോഷ്നി താൻ അല്പം ഓവറായോ എന്ന് തോന്നി. ശരി, ജിമ്മിൽ പോകുന്ന കാര്യം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നീ എനിക്ക് വലിയൊരു ഉപകാരമാണ് ചെയ്തു തന്നത്. അതിന് നിനക്കൊരു ട്രീറ്റ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അബി. റോഷ്നി പറഞ്ഞു. ട്രീറ്റൊക്കെ എനിക്ക് അവിടെ വെച്ച് തന്നെ കിട്ടിയല്ലോ, അത് തന്നെ ധാരാളം. ഇതിൽ കൂടുതൽ ഞാൻ താങ്ങൂല. ചുണ്ടിൽ തലോടിക്കൊണ്ട് അബി പറഞ്ഞു. അത് കേട്ടതും റോഷ്നി നാണത്തോടെ തലയാഴ്ത്തി. പിന്നെ എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇന്ന് ഇവിടെ വെച്ച് നടന്നത് നമുക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. ഇനി ഒരാൾ അക്കാര്യത്തെക്കുറിച്ച് അറിയരുത്. അഥവാ ഇനി ഇത് ഏതെങ്കിലും രീതിയിൽ പുറത്തറിഞ്ഞാൽ